അൻവറിന്റെ പരാതി മുഖ്യമന്ത്രി പി ശശിക്ക് ക്ലീൻ ചീറ്റ് നൽകി. അതേസമയം അൻവറിന്റെ കാര്യത്തിൽ ആകട്ടെ അക്കാര്യം പാർട്ടി പരിശോധിക്കുന്നതിന് മുമ്പാണ് ഉണ്ടായത്. അല്ല, പാർട്ടി പരിശോധിക്കേണ്ട കാര്യമില്ലേ, പാർട്ടി പരിശോധിക്കേണ്ടതേ ഉള്ളൂ. അൻവർ എഴുതി കൊടുത്ത പരാതിയെ സംബന്ധിച്ച് ഗവൺമെന്റ് എടുക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഗവൺമെന്റ് എടുത്തത്. ആ ഗവൺമെന്റ് എടുത്ത കാര്യങ്ങൾ കൃത്യമായിട്ട് എല്ലാവരും അറിയുന്നതാണ്. അന്വേഷിക്കുന്നതിന് ആവശ്യമായ നിലപാട് സ്വീകരിച്ചു. DGPയെ തന്നെ അതിന്റെ ചുമതല ഏൽപ്പിച്ചു. 1 മാസത്തെ കാലാവധി പരിശോധിക്കട്ടെ, അന്വേഷിക്കാം. പിന്നീട് എഴുതുന്നത് ഒരു പ്രശ്നം ശശിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അത് സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. പാർട്ടി പരിശോധന എന്ന് പറയുന്നത് ഗവൺമെന്റ് പരിശോധന പോലെ പരസ്യപ്പെടുത്തുന്ന പരിശോധനയല്ലല്ലോ. ഞങ്ങൾ പരിശോധിച്ച് ആവശ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ അതിന്റെ അതെ ഭാഗമാണ്. അല്ല, അത് DGPയുടെ അത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാനാണല്ലോ പറഞ്ഞത്. അന്വേഷിച്ചതിന്റെ ഭാഗമായിട്ട് ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ അതും പരിശോധിക്കാം. അതെ, അതും കൂടി വരും. ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ലൈംഗിക ആരോപണം പറഞ്ഞിട്ടില്ല. ഒരു ലൈംഗിക ആരോപണവും ഞങ്ങളുടെ മുമ്പിലില്ല. ഇല്ല. പാർലമെന്ററി പാർട്ടി അംഗത്വം അൻവർ സ്വയം വലിച്ചെറിഞ്ഞിരിക്കുന്നു. അൻവറിനെതിരായിട്ട് എന്ത് നടപടി സ്വീകരിക്കാനോ പാർട്ടി മെമ്പർ പോലും അല്ലാതെ അൻവറിനെതിരായിട്ട് പാർട്ടി നിലപാടാ സ്വീകരിക്കുക. സഹകരിപ്പിക്കുന്നതിനടക്കമുള്ള നടപടിയാണ് ഞാൻ വിസ്തരിച്ച് ആദ്യം മുതൽ അവസാനം വരെയുള്ളത് വിസ്തരിച്ചത്. ഇന്നലത്തതോടുകൂടി അദ്ദേഹം പറഞ്ഞു, ഞാൻ പാർലമെന്ററി പാർട്ടി യോഗത്തിലും പങ്കെടുക്കില്ല, ഞാൻ LDFന്റെ ഭാഗമായിട്ട് നിൽക്കുകയും ചെയ്യില്ല എന്ന് അദ്ദേഹം നിലപാട് പരസ്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെന്ത് നിലപാട് സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. രാവിലെ അദ്ദേഹം നൽകിയ അഭിമുഖങ്ങളിലൊക്കെ പറയുന്നത് മുൻ നിലപാട് തിരുത്തി LDFൽ തുടരുകയാണ്, പുറത്താക്കുന്നത് വരെ തുടരും എന്ന ഒരു പുതിയ പ്രതികരണമുണ്ട്. നോക്കാം, നമുക്ക് നോക്കാം. ഇപ്പോൾ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ഒരുപാട് രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിന്റെ സ്ഥിതി എന്താണ് എന്നുള്ളതൊന്നും മനോനില എന്താണ് എന്നൊന്നും എനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. പാർട്ടിക്ക് അൻവറെ പുറന്തള്ളണം എന്ന ഒരഭിപ്രായവും അന്നുമില്ല, ഇന്നുമില്ല. പറഞ്ഞു മനസ്സിലായില്ല. അല്ലല്ല, ഇപ്പം നിലപാട് സ്വീകരിച്ചല്ലോ. ഇനി എന്തെന്നുള്ളത് അൻവറാണ് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടത്. നേരത്തെ പല വിഷയങ്ങളിലും അദ്ദേഹം പല കാര്യങ്ങളും ഉന്നയിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപണം ഉന്നയിച്ചു. അങ്ങനെയൊക്കെ നിയമസഭയിൽ രാഹുൽ ഗാന്ധി CPM ശക്തമായി പിന്തുണയ്ക്കുകയായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അത് വലിയ തിരിച്ചടിയായി മാറി എന്നാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് UDFിലേക്ക് എടുക്കുന്നതിന് സുധാകരൻ പറഞ്ഞ തടസ്സം അദ്ദേഹം ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പരിഹരിച്ചു. ശ്രദ്ധിച്ചില്ലേ ഇന്നലെ? എന്തായിരുന്നു സുധാകരൻ പറഞ്ഞത്? അല്ല, ഞങ്ങളിപ്പോൾ ഓരോന്നോരോന്നായിട്ട് അംഗീകരിക്കുകയും ഓരോന്നോരോന്നായിട്ട് എതിർക്കുകയും ചെയ്യേണ്ടതല്ലോ. പൊതുവായിട്ടല്ലേ ഞങ്ങൾ നിലപാട് സ്വീകരിക്കുക. രാജീവ് ഗാന്ധിയുടെ, അതായത് രാഹുലിന്റെ പിതാവിന്റെ കാര്യമാണ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞല്ലോ, കരുണാകരനും നേതാക്കന്മാരെല്ലാം നിൽക്കുന്നു വണ്ടിയായിട്ട്. എന്നിട്ട് രാജീവ് ഗാന്ധി എന്റെ ബാപ്പയുടെ കാറിലാണ് പോയത് എന്ന് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അങ്ങനെ പറഞ്ഞല്ലോ. മാത്രമല്ല, രാഹുൽ ഗാന്ധിയെ പറ്റി ഞാൻ പറഞ്ഞത് അന്നത്തെ ഒരു സാഹചര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വിശദീകരിച്ചത് മാത്രമാണ്. എനിക്ക് ആ കുടുംബവുമായിട്ട്, നെഹ്റു കുടുംബം ഉൾപ്പെടെയുള്ള കുടുംബവുമായിട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല എന്ന് സുധാകരൻ പറഞ്ഞതിന്റെ ഭാഗമായിട്ടുള്ള തടസ്സം നീക്കുന്ന നിലപാട് ഇന്നലെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു വെച്ചു എന്നുള്ളത് പറഞ്ഞു. ഇല്ല, ഇത് യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ലയിൽ CPM പയക്കുന്ന രാഷ്ട്രീയ നിലപാട് ഒരു തിരിച്ചടിയായി മാറുകയാണ് എന്നുള്ളതിന്റെ തെളിവല്ലേ? ഒറ്റ കാര്യം, ജലീൽ ഭാഗികമായി ഇദ്ദേഹത്തെ പിന്തുണച്ചു. മലപ്പുറം ജില്ലയിൽ CPM വളർത്തിക്കൊണ്ടുവന്ന നേതാക്കൾ ആരെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായോ വർഗ ബഹുജന സംഘടനകളുമായോ ബന്ധപ്പെട്ടവരല്ല. ഞങ്ങള് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അതിലിപ്പോ CPIMന്റെ അംഗമായിരിക്കണം എന്നൊന്നും ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല.
ജലീൽ ഇപ്പോഴും പാർട്ടി മെമ്പറല്ല. കേക്ക് ജലീൽ ഇപ്പോഴും പാർട്ടി മെമ്പറല്ല. അൻവറും പാർട്ടി മെമ്പറല്ല. പാർട്ടി മെമ്പറല്ലാതെ ഒരുപാട് ആളുകൾ സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും മറ്റ് വിവിധ പാർട്ടികളിൽ നിന്നൊക്കെ വന്നവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ ശക്തിയായ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതിന് മലപ്പുറത്തും ഇതുപോലുള്ള നിരവധി ആളുകളെ ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിച്ച് മുമ്പോട്ടേക്ക് വരുന്ന ആളുകളെ മാർക്സിസം ലെനിനിസം അടിസ്ഥാനപ്പെടുത്തിയൊന്നുമല്ല, ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിച്ച് മുമ്പോട്ടേക്ക് വരുന്ന ആളുകളെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അവർ മുമ്പോട്ടേക്ക് വന്നിട്ടുമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവരൊക്കെ വന്നിട്ടുള്ളത്. ജലീൽ മാത്രമല്ല, നിരവധി ആളുകൾ പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഓരോരാളെയും പറയേണ്ട കാര്യം